കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സ്വകാര്യ ബസ്സുകളിലെ ആഡംബര വസ്തുക്കൾ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധവുമായി ടൂറിസ്റ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ആഡംബര വസ്തുക്കൾ നീക്കം ചെയ്യാത്ത ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ ഗതാഗത വകുപ്പ് കർശന നടപടിയുമായി രംഗത്തിറങ്ങിയപ്പോൾ സ്വകാര്യ ബസ്സുകളിൽ ഇത് നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് ടൂറിസ്റ്റ് ബസ് ഉടമകൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്നും ആഡംബര വസ്തുക്കളായ LED ലൈറ്റുകൾ, ചിത്രങ്ങൾ, സ്റ്റിക്കറുകൾ, കർട്ടൻ, സൗണ്ട് സിസ്റ്റം തുടങ്ങിയവ നീക്കം ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ജനുവരി 31 വരെയാണ് ഇവ നീക്കം ചെയ്യാൻ സമയം അനുവദിച്ചത്. ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെ ശ്രദ്ധ തെറ്റിക്കാനും ഇത് അപകടങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുമെന്ന് കാണിച്ചാണ് ഇവ നീക്കം ചെയ്യാൻ ഉത്തരവിട്ടത്. ഇതിനു പിന്നാലെ ഇവ നീക്കം ചെയ്യാത്ത ടൂറിസ്റ്റ് ബസ്സുകൾക്കെതിരെ ഗതാഗത വകുപ്പ് നടപടി കർശനമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലും സ്വകാര്യ ബസ്സുകൾ ആഡംബര വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെതിരെയാണ് ടൂറിസ്റ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മെയിനായിട്ടുള്ളൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ടൂറിസ്റ്റ് ബസ്സുകളിലെ ലൈറ്റുകളും സ്റ്റിക്കറുകളും കർട്ടനും ഒക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അതേ സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും ഇപ്പോൾ ലൈൻ ബസ്സിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കർട്ടനുകൾ, ലൈറ്റുകൾ, സൗണ്ട് സിസ്റ്റം എല്ലാം. അപ്പോൾ ടൂറിസ്റ്റ് മേഖലയെ തകർത്തുകൊണ്ട് ലൈൻ ബസ്സിനെ മുന്നേറാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരടക്കം ഒത്താശ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ടൂറിസ്റ്റ് ബസ്സിൽ ഒരു സാധനങ്ങളില്ല. ലൈൻ ബസ്സിൽ എല്ലാ സാധനങ്ങളും ഫിറ്റാക്കി, എല്ലാ ലൈറ്റുകളും കാര്യങ്ങളും ഫിറ്റാക്കിയിട്ടാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. അപ്പോൾ ജനങ്ങൾ കാണുമ്പോൾ ലൈൻ ബസ്സും ടൂറിസ്റ്റ് ബസ്സും താരതമ്യേന ടൂറിസ്റ്റ് ബസ്സിന് യാതൊരു നിലവാരങ്ങളില്ലാണ്ടും ലൈൻ ബസ്സിനെ നല്ല നിലവാരത്തിൽ കാണിച്ചുകൊണ്ട് എല്ലാ കല്യാണ ട്രിപ്പുകളും ഇല്ല ടൂറുകളും ലൈൻ ബസ്സുകളും എടുത്തു പോവുക. ടൂറിസ്റ്റ് ബസ്സുകാർ ഇങ്ങനെ ലക്ഷറി ടാക്സ് അടച്ച് നമ്മൾ സൈഡാക്കി വെക്കുന്ന അവസ്ഥയിലുള്ള. അപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ്. ഇത് അധികൃതർ കണ്ടിട്ട് ഇതിനെതിരെ നടപടിയില്ലെങ്കിൽ നമ്മൾ ശക്തമായിട്ട് തന്നെ അടുത്ത നിയമ നടപടികളായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. സ്വകാര്യ ബസ്സുകൾക്ക് വിവാഹ ട്രിപ്പിനുൾപ്പെടെ സ്പെഷ്യൽ പെർമിറ്റ് നൽകുന്നതടക്കമുള്ള അധികൃതരുടെ നടപടി ടൂറിസ്റ്റ് ബസ് വ്യവസായത്തെ തകർത്തുകൊണ്ട് സ്വകാര്യ ബസ്സുകളെ സഹായിക്കുന്നതാണെന്നാണ് ടൂറിസ്റ്റ് ബസ് ഉടമകളുടെ ആരോപണം. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ടൂറിസ്റ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ കീഴിലുള്ള എല്ലാ പ്രൈവറ്റ് ബസ്സുകളും പല രീതിയിലുള്ള ദ്രോഹങ്ങൾ, അതായത് കല്യാണ ട്രിപ്പുകളായാലും ശരി, മറ്റുള്ള ടൂറിസ്റ്റ് മേഖലയിലേക്കുള്ള എയർപോർട്ട് വിഷയമായിട്ടുള്ള എല്ലാ മേഖലകളിലേക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അവരുടെ പെർമിറ്റ് അടിസ്ഥാനത്തിലുള്ള ലൈനിലുള്ള എല്ലാ റൂട്ട് ട്രിപ്പുകളും എടുത്തതിന് ശേഷവും എടുത്തുകൊണ്ടും നമ്മളെ ടൂറിസ്റ്റ് മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ട് ലൈനിൽ ട്രിപ്പ് അടിച്ചുകൊണ്ടും കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നു. പക്ഷേ ഇന്ന് വരെ ആയിട്ട് നമ്മൾ പല സ്ഥലത്തു നിന്നും പല മൂലയിൽ നിന്നും നമ്മൾ ഫോണിലും അല്ലെങ്കിൽ നേരിട്ടും ബന്ധപ്പെട്ടിട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ നമ്മൾ പല പരാധീനതകളും അനുഭവിപ്പിച്ചിട്ടും നമുക്ക് അനുകൂലമായിട്ടുള്ള യാതൊരു നടപടികളും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് തിരിച്ച് നമ്മൾ ആ പഴയ രീതിയിലുള്ള സമരമുറകളിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മളിവിടെ ചെറിയൊരു പ്രതിഷേധ പ്രകടനം നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ആളുകൾ ഇവിടെ അടുത്തുള്ള ടൂറിസ്റ്റ് ബസ് ഓണേഴ്സിൻ്റെ ആളുകൾ ഇവിടെ സംഘടിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് ഇ സുനിൽ ഉദ്ഘാടനം ചെയ്തു. VM ബിജു അധ്യക്ഷനായി. P പ്രബീഷ്, V ഷെലിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.